മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന PTA ഹർജിയും തള്ളി. ജൂൺ 8-നകം സ്കൂൾ പൂട്ടണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. സുപ്രീം കോടതി വിധി പഠിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ്. സ്കൂൾ ഏറ്റെടുക്കുന്ന കാര്യം ചർച്ച ചെയ്യും. മറ്റ് സ്കൂളുകളിൽ സമാന സാഹചര്യം ഉണ്ടാകുന്നത് തടയാൻ നിയമ ഭേദഗതി നടത്തുന്നത് പരിഗണിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 140 വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ് അടച്ചുപൂട്ടാൻ പോകുന്നത്. ഇത് ചില സൂചകങ്ങളാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കാലാകാലങ്ങളായി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം വിദ്യാലയങ്ങളുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് വരെ നമ്മൾ കാലാകാലങ്ങളായി സ്വീകരിക്കുന്ന നിലപാടുകളുടെ ഒക്കെ ഒരു പ്രശ്നമാണ് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഇപ്പോൾ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യാനാവില്ല എന്ന് സുപ്രീം കോടതി തീരുമാനിക്കുമ്പോൾ അവിടെ തടസ്സവാദമായി സർക്കാർ പറഞ്ഞ കാര്യങ്ങളെ അല്ല എതിർത്ത് പറയുന്നത്. ഇതുവരെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാട് എടുത്തില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതി ചോദ്യം ചെയ്യുന്നത്. ഏതായാലും ചർച്ച ആരംഭിക്കുകയാണ്. ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിക്കാനായി ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീമതി PS ശ്രീകല, വിദ്യാഭ്യാസ വിചക്ഷണ, തത്സമയം നമ്മോടൊപ്പം ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ ചേരുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് BRM ഷഫീറും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മറ്റ് അതിഥികൾ അല്പസമയത്തിനകം തന്നെ ജോയിൻ ചെയ്യുന്നതാണ്. ആദ്യം തന്നെ ശ്രീമതി PS ശ്രീകല, ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ വേദനയോടെ അല്ലാതെ താങ്കൾക്കടക്കം ഈ ഒരു വിധിയെ കേൾക്കാനാകില്ല. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെന്ന് ഞാനത് പൊതുവായ അർത്ഥത്തിൽ തന്നെ പറയുകയാണ്, കാണിച്ച ചില അപകടകരമായ ചില നിലപാടുകളുടെ അല്ലെങ്കിൽ ചില അലംഭാവങ്ങളുടെ ഒക്കെ ഒരു ഫലം തന്നെയല്ലേ ഇത്? തീർച്ചയായിട്ടും. ഇപ്പോൾ സൗമ്യ നേരത്തെ പറഞ്ഞല്ലോ, 140 വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ് അടച്ചുപൂട്ടുന്നത്. ആ സ്കൂള് സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക പരിവർത്തനത്തിൽ ഇന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഒരു നേട്ടം കേരളത്തിന് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ 140 വർഷം കൊണ്ട് ഈ സ്കൂൾ സൃഷ്ടിച്ചിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങളും സംഭാവനകളും ഉണ്ടായിരുന്നിരിക്കണം. ഞാനിപ്പോൾ വരുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ 150-ാം വാർഷിക ആഘോഷത്തെ സംബന്ധിക്കുന്ന ചില ചർച്ചകളിൽ നിന്നാണ്. 150 വർഷം ആഘോഷിക്കുന്ന യൂണിവേഴ്സിറ്റി കോളേജ് ഒരുപാട് പരിമിതികൾ ഭൗതിക സാഹചര്യങ്ങളിലും സൗകര്യങ്ങളിലും നിലവിലുണ്ട്. അത് മെച്ചപ്പെടുത്തി അതിനെ നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അല്ലേ? അപ്പൊ അത്തരത്തിൽ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന സ്ഥാപനങ്ങളെ, വിശേഷിച്ച് വിദ്യാഭ്യാസ രംഗത്ത് മഹത്തായിട്ടുള്ള സംഭാവനകൾ നൽകുന്ന സ്ഥാപനങ്ങളെ അനാദായകരം, അൺഇക്കണോമിക്, ലാഭകരമല്ല തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരം പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തിന് ചേർന്നതല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസം ഒരിക്കലും ലാഭത്തിന് വേണ്ടി നടത്തുന്ന ഒരു കച്ചവടമല്ല. അങ്ങനെ ആയിരുന്നില്ല കേരളത്തിൽ. എന്നു മുതലാണ് വിദ്യാഭ്യാസം ലാഭത്തിന് വേണ്ടിയുള്ള ഒരു കച്ചവടമായി മാറിയത്? മുതലാളിത്ത താല്പര്യങ്ങൾക്ക് മേൽക്കൈ ലഭിക്കാൻ തുടങ്ങിയത് മുതലാണ്. നമ്മോടൊപ്പം ഏതായാലും ശ്രീ A. പ്രദീപ് കുമാർ MLA കൂടി ചേരുന്നുണ്ട്. പക്ഷേ മലാപ്പറമ്പ് സ്കൂളിന് ഒരു പുതുജീവൻ വെപ്പിക്കുന്നതിലേക്കൊക്കെ ചുക്കാൻ പിടിച്ചൊരു വ്യക്തി കൂടിയാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം താങ്കൾക്ക് വലിയ വേദനയുള്ളൊരു ദിവസം കൂടി ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് സുപ്രീം കോടതി ചോദ്യം ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, അതായത് ഇതുവരെ എന്തുകൊണ്ടൊന്നും ചെയ്യാനായില്ല, സമയമുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമം തോന്നുന്നു. ഇനി എന്ത് ചെയ്യാനാകും നമുക്ക്? അല്ല, സുപ്രീം കോടതിയുടെ ആ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണല്ലോ. കാരണം സുപ്രീം കോടതി പരിഗണിക്കാതെ വന്ന മറ്റൊരു ഭാഗമുണ്ട്. അതായത് ഇപ്പോ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 10-80ഓളം കുട്ടികളും അവിടുത്തെ അധ്യാപകരുണ്ട്. അത് ആ കുട്ടികൾ എങ്ങോട്ട് പോകും? ഈ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും പ്രയാസമുള്ള സമയമാണ്. നന്നായി നടക്കുന്ന നല്ല അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു സ്കൂളായിട്ട് അതിപ്പോ മാറിയിരുന്നു. ആ കുട്ടികൾ എങ്ങോട്ട് പോകും, അവർ പെരുവഴിയിലാകുമോ എന്നുള്ള കാര്യമൊന്നും ബഹുമാനപ്പെട്ട കോടതി പരിഗണിച്ചില്ല എന്നുള്ളത് സങ്കടകരമാണ്. അതേസമയം സുപ്രീം കോടതി പറഞ്ഞൊരു ഭാഗമുണ്ട്. കഴിഞ്ഞ 1.5 വർഷക്കാലം ഉണ്ടായപ്പോൾ ഈ കേസിന്റെ കാര്യത്തിൽ ഈ സ്കൂളിനെ സംരക്ഷിക്കാനുള്ള സാവകാശം നിങ്ങൾക്കുണ്ടായിരുന്നു, നിങ്ങളൊന്നും ചെയ്തില്ല. നിങ്ങൾ എന്തേ ഇപ്പോ ഈ ധൃതിയിൽ ഇപ്പൊ ഈ അവസാന നിമിഷം എന്താണ് ഈ അപ്പീലുമായി വന്നത് എന്നാ ചോദിച്ചത്. അതിന് സുപ്രീം കോടതിക്ക് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയുമെന്നല്ലേ നമ്മളൊക്കെ കരുതുന്നത്. കഴിഞ്ഞ ഈ പറഞ്ഞ 1.5 വർഷം ഇവർ പറയുന്ന കാലം ഇവിടെ UDF ഗവൺമെന്റ് ആയിരുന്നു. ആ സർക്കാരാണ് ഈ സ്കൂൾ അടച്ചുപൂട്ടാൻ ആദ്യം ഉത്തരവിട്ടത്. അതിനെതിരെ ഇവിടെ നമ്മുടെ സാഹിത്യനായകൻ MP വാസുദേവൻ നായർ ഉൾപ്പെടെ പങ്കെടുത്ത വലിയ പ്രക്ഷോഭം ഉയർന്നു വന്നു. അതിനെ തുടർന്നാണ് അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് പിൻവലിച്ചു. അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. പക്ഷെ പിൻവലിച്ചതിന് ശേഷം ആ മാനേജർ കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോയപ്പോ കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഉൾപ്പെടെ ഒത്തുകളിച്ച് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് ആ ഏകപക്ഷീയമായി മാനേജർക്ക് അനുകൂലമായിട്ടുള്ള വിധി ലഭിക്കുന്നതിന് ഇടയാക്കുന്നു. ഗവൺമെന്റിന്റെ ഭാഗം, വിദ്യാഭ്യാസത്തിന്റെ പക്ഷം അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗം ഒന്നും പറയാൻ നമ്മുടെ ഗവൺമെന്റ് അഭിഭാഷകർ അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ചാർജ് എടുത്ത് ആദ്യ ദിവസം അദ്ദേഹം സീറ്റിലിരുന്ന ഉടനെ ആദ്യം ഞാൻ കൊടുത്ത നിവേദനം ഈ സ്കൂൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുള്ളതാ.
ആ നിവേദനം കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം ഗവൺമെന്റ് സെക്രട്ടറിയെയും അതുപോലെ DPI നിയമവകുപ്പ് സെക്രട്ടറി ഉടനെ വിളിച്ച് നിയമോപദേശമൊക്കെ ഉണ്ടാക്കി സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ തീരുമാനിക്കുകയായിരുന്നു. UDF സർക്കാർ അപ്പീൽ പോകണ്ട എന്ന് തീരുമാനിച്ചു. LDF ഗവൺമെന്റ് വന്നപ്പോൾ സുപ്രീം കോടതിയിൽ ഈ സ്കൂളിനെ സംരക്ഷിക്കാൻ അപ്പീൽ പോകാൻ തീരുമാനിച്ചു. അതാണ് ഈ അവസാന സമയം പോയത്. അപ്പൊ ഈ രണ്ട് ഗവൺമെന്റുകളുടെ നിലപാടുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അത് കാണാൻ സുപ്രീം കോടതിക്ക് എന്തുകൊണ്ടോ അത് കേൾക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ്. പക്ഷെ ഈ ഒരു പതനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ വഞ്ചനാപരമായിട്ടുള്ള നിലപാടാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കോഴിക്കോട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റ് അവരുടെ ഗവൺമെന്റ് സ്കൂൾ സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിക്കാം, അപ്പീൽ പോകാന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് അപ്പീൽ പോകണ്ട എന്ന് തീരുമാനിച്ചിട്ട് അദ്ദേഹം വന്നിരുന്നത്. എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതിന് വേണ്ടി മാത്രം പ്രസ്താവന നടത്തി പോവുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്തു. ആ സർക്കാരിന്റെ വഞ്ചനാപരമായ നിലപാടാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാക്കുന്നതിനിടയാക്കിയത്. LDF ഗവൺമെന്റ് വന്ന ആദ്യ നിമിഷം തന്നെ ആദ്യം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി കൈകാര്യം ചെയ്ത ഫയൽ ഈ സ്കൂളിനെ സംരക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇപ്പൊ ഇങ്ങനെ വിധി വന്ന സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യാനാകുമെന്ന് ഉള്ള കാര്യങ്ങൾ ആലോചിക്കണം. അതിൽ 1-2 മാർഗങ്ങളുള്ളത്. ഒന്ന്, ഒരു മാനേജർക്ക് ഒരു സ്കൂൾ അടച്ചുപൂട്ടാനുള്ള അപേക്ഷ കൊടുത്ത് 1 വർഷം കാത്തിരുന്നാൽ ആരുടെ അനുവാദം ഇല്ലാതെ പൂട്ടാം എന്നുള്ളൊരു വ്യവസ്ഥ നമ്മുടെ വിദ്യാഭ്യാസ നിയമത്തിലുണ്ട്. അതിൽ ഭേദഗതി കൊണ്ടുവരണം. അത് ഭേദഗതി കൊണ്ടുവന്നാൽ തന്നെ ഇപ്പൊ പൂട്ടിയ സ്കൂൾ എത്രത്തോളം സംരക്ഷിക്കാനാവും എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് സർക്കാരിന് ഏറ്റെടുക്കാനാവുമോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിൽ ആലോചിക്കേണ്ടതാണ്. എന്തായാലും LDF ഗവൺമെന്റ് അതിന്റെ വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒക്കെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നതിനോട് ഗവൺമെന്റിന് യോജിപ്പില്ലെന്നും അത് സംരക്ഷിക്കാൻ ആവശ്യമായ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അവർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തുടർന്ന് നിലവിലുള്ള നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാനാകും അതാണ് ഗവൺമെന്റ് ആലോചിക്കേണ്ടത്. അത് അങ്ങനെ ആലോചിക്കുമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം LDF ഗവൺമെന്റിന്റെ കമ്മിറ്റ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ടെലിഫോണിൽ തുടരാം ശ്രീ പ്രദീപ് കുമാർ. ശ്രീ ഷഫീർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയേറെ ആകുലപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത് UDF സർക്കാരിന്റെ നിലപാടുകളുടെ പ്രശ്നം തന്നെയാണ്. അല്ലെ, ഈ നമ്മുടെ കോഴിക്കോട് നടക്കാവ് സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയ ബഹുമാനനായ ശ്രീ പ്രദീപ് കുമാർ MLA ഈ വിഷയത്തെ തികച്ചും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വില കുറഞ്ഞു പോകരുത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ സഖാവ് VS അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കൊണ്ടുവന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ഒരു ക്ലാസ്സിൽ 15 കുട്ടികൾ അല്ലെങ്കിൽ അനാഥായകരം. ഒരു ക്ലാസ്സിൽ 15 കുട്ടികൾ വേണം. ഏറ്റവും കുറഞ്ഞത് ഒരു LP സ്കൂൾ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ക്ലാസ്സിൽ 15 കുട്ടികൾ ഇല്ലെങ്കിലും ഒരു LP സ്കൂൾ അനാഥായകരമായിട്ട് കൂട്ടൂല, 60 കുട്ടികൾ ഉണ്ടായിരുന്നാൽ മതി എന്ന നിയമം പാസ്സാക്കിയത് ഉമ്മൻചാണ്ടിയല്ല, കഴിഞ്ഞ VS സർക്കാരിൻ്റെ കാലത്തുണ്ടായ ഒരു മാറ്റമാണ്. അങ്ങനെ 60 കുട്ടികൾ ഈ മലാപ്പറമ്പ് സ്കൂളിലെ 57 കുട്ടികളെ ഉള്ളൂ. മാനേജർ സ്വാഭാവികമായിട്ടും കച്ചവട താല്പര്യത്തോടു കൂടി അത് കോടതിയിൽ പോയി. കോടതിയിൽ പോയപ്പോൾ അവിടെ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. അവസാനം കോടതിയിൽ കേസ് വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സ്കൂൾ അടച്ചുപൂട്ടാൻ ഉത്തരവ് കൊടുത്തപ്പോൾ കേരളത്തിലെ ബഹുമാനായ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുൾ റബ്ബും കൂടി തീരുമാനമെടുത്തിട്ട് പറഞ്ഞു, AEയോട് വിളിച്ചിട്ട് പറഞ്ഞു ആ ഉത്തരവ് നടപ്പിലാക്കേണ്ടതില്ല. ഉടൻ തന്നെ മലാപ്പറമ്പ് സ്കൂളിനെ മാനേജർ കയ്യേറിയിട്ട് ആ സ്കൂളിനെ ഇടിച്ചു നിരത്തി. സഖാവ് പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയുള്ള പൊതുസമൂഹവും ഈ സ്കൂളിൻ്റെ സംരക്ഷണ സമിതിയും കൂടി ഒരുമിച്ചിറങ്ങി പണം പിരിച്ച് ഏകദേശം 20 ലക്ഷത്തോളം രൂപ പിരിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ സ്കൂൾ കെട്ടിടം തന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവിടെ കെട്ടിവെച്ചു. നിങ്ങൾക്കറിയോ, ആ മാനേജരെ ഗവൺമെൻറ് അതിൻ്റെ വിശേഷാൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ മാനേജരെ അവിടെ നിന്ന് പുറത്താക്കി. എന്നിട്ട് വിദ്യാഭ്യാസ വകുപ്പിലെ സീനിയർ സൂപ്രണ്ടായ RP വിമലയ്ക്ക് സ്കൂൾ മാനേജർ ബാലാവകാശ നിയമം അനുസരിച്ച് നിങ്ങൾക്കറിയണം, ഇതേ ഉമ്മൻചാണ്ടി നേരത്തെ പ്രദീപ് കുമാർ വിമർശിച്ച ഉമ്മൻചാണ്ടി ബാലാവകാശ നിയമം അനുസരിച്ച് ഈ മാനേജർക്കെതിരായി കേസ് കൊടുത്തു. എന്നിട്ടോ ഇത് സ്കൂള് പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് ഇറങ്ങിയപ്പോൾ നേരത്തെ VS സർക്കാരിൻ്റെ കാലത്ത് വന്ന മാനദണ്ഡങ്ങൾ പ്രകാരമാണെങ്കിൽ ഈ സർക്കാരിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഒരു കാര്യമില്ല, ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് പ്രദീപ് കുമാർ വളരെ അന്താരാഷ്ട്ര പ്രശസ്തമായ ഒരു സ്കൂൾ ഉയർത്തിക്കൊണ്ടുവന്ന നേതാവാണ്. ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം കാണാതെ തന്നെ പ്രദീപ് കുമാർ MLAയോട് പറയട്ടെ, നിങ്ങളൊരു കാര്യം വളരെ വ്യക്തമായി ചെയ്യേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് കൂടിയാലോചിച്ച് സർക്കാർ അടിയന്തരമായി ഓർഡിനൻസ് പുറപ്പെടുവിച്ചുകൊണ്ട് ഈ സ്കൂൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടി ഏറ്റെടുക്കണം. ഈ ഹൈക്കോടതി ഉത്തരവ് സ്കൂൾ പൂട്ടണമെന്ന് 2015 ഒക്ടോബറിൽ വന്നതിന് ശേഷം എന്തുകൊണ്ട് ഈ സർക്കാരിന്റെ കാലയളവിൽ എങ്ങും അതിനെതിരായ മലാപ്പറമ്പ് സ്കൂള് അതിന്റെ അടച്ചുപൂട്ടുന്നതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് നീങ്ങിയപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോവാതിരിക്കാൻ പറ്റുമോ? ഹൈക്കോടതികളിലെ കേസടക്കുന്ന വിഷയത്തിൽ ഹൈക്കോടതി സ്റ്റാറ്റസ് കോ തുടരാൻ പറയുമ്പോൾ കയറി പിന്നെ സ്കൂൾ അങ്ങോട്ട് പിൻവലിപ്പിക്കാനോ അല്ലെങ്കിൽ സ്കൂള് കയ്യേറി, പക്ഷേ അങ്ങനെയല്ല, അങ്ങനെ കണക്കാക്കണ്ട.
ഈ മലാപ്പറമ്പ് സ്കൂളിൽ അവസാന നിർമ്മാണ പ്രവർത്തനം നടത്തി ഈ അധ്യയന വർഷത്തിൽ 57 കുട്ടികൾ കയറിയപ്പോഴേക്കും ഈ സർക്കാർ മാറി. സ്വാഭാവികമായിട്ടും പുതിയ LDF സർക്കാർ അപ്പീൽ കൊടുക്കേണ്ടി വന്നു. അവർ കൊടുത്തു. സുപ്രീം കോടതി തള്ളി. ഒറ്റ ചോദ്യം പ്രദീപ് കുമാർ എംഎൽഎയോട് ഞാൻ ചോദിക്കട്ടെ, ഹൈക്കോടതിയിൽ ഞങ്ങളുടെ അഭിഭാഷകർ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ കള്ളത്തരം കാണിച്ചതുകൊണ്ടാണ് മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാൻ ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിൽ സുപ്രീം കോടതി ഇപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുപ്രീം കോടതി ഈ ഹൈക്കോടതിയുടെ ഉത്തരവിനെ അംഗീകരിച്ചുകൊണ്ട് പറയുമ്പോൾ ഏത് സർക്കാർ അല്ലെങ്കിൽ ഈ ഞങ്ങളുടെ കോൺഗ്രസിന്റെ ഏതെങ്കിലും നിരുത്തരവാദിത്തപരമായിട്ടുള്ള സമീപനം കൊണ്ടാണോ സുപ്രീം കോടതി മിനിസ്റ്റർ അതുവഴി പലതവണ പോയ കഴിഞ്ഞ വിദ്യാഭ്യാസത്തിൽ ഒരു തവണ പോലും ഈ പറയുന്ന ന്യായീകരണം എത്രത്തോളം? ഞാൻ ഈ പറഞ്ഞതല്ല, കൃത്യമായ ഫാക്റ്റാണ് പറഞ്ഞത്. സുപ്രീം കോടതി വിധി പൂർണ്ണമായും ഞാൻ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ മനസ്സിലാക്കിയെടുത്തോളം സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അതിന് ഷഫീർ ഒന്നും മറുപടി പറയുന്നില്ല. അത് കണ്ടില്ല എന്നും കേട്ടില്ല എന്നും നടിക്കുകയാണ്. ചോദിച്ചത് ഇത്രയും കാലം എന്തുകൊണ്ട് കേരള സർക്കാർ ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തിയില്ല എന്നാണ്. ഇത്രയും കാലം ഏത് സർക്കാരായിരുന്നു എന്ന ചോദ്യം ആ സന്ദർഭത്തിൽ സ്വാഭാവികമായും അതാണ് പ്രദീപ് കുമാർ MLA ഉന്നയിച്ചത് അല്ലെ. എന്തൊരു ചോദ്യമാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, വിദ്യാഭ്യാസത്തെ ആദായകരമായി കാണുന്ന ഒരു സമീപനം കേരളത്തിൽ തുടങ്ങിയത് ആര് എന്നുള്ളതാണ്. 80കളിൽ UDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സമയത്താണ് അനാദായകരമായ സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന സംവിധാനം തുടങ്ങുന്നത്. ഇത് ഒരൊറ്റ വ്യക്തി മാനേജറായിട്ടുള്ള ഒരു സ്കൂളാണല്ലോ. അത്തരത്തിൽ മാനേജർമാർക്ക് അവർക്ക് താല്പര്യം വരുമ്പോൾ ഒരു വർഷത്തിന് മുമ്പ് നോട്ടീസ് നൽകിക്കൊണ്ട് ഇത് അടച്ചുപൂട്ടാനുള്ള സംവിധാനമാണ് KER ഉള്ളത് എന്ന് പറഞ്ഞല്ലോ. വാസ്തവത്തിൽ അതിൽ ഭേദഗതി വരുത്തണം. അതിൽ ഭേദഗതി വരുത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞ കാലത്ത് തോന്നിയില്ല? ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ സ്വാഭാവികമായും ഈ സ്കൂളിന്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു. ഒരു പക്ഷേ സർക്കാരിന്റെ കയ്യിൽ നിന്ന് അത് പിടിവിട്ടു പോയേക്കാം. ഇനി മേലാൽ മറ്റു സ്കൂളുകളുടെ കാര്യത്തിൽ അത്തരത്തിലൊരു അനുഭവം ഉണ്ടാവാൻ പാടില്ല എന്ന അർത്ഥത്തിൽ KER-ൽ അമെൻമെന്റ് വരുത്താൻ, ഭേദഗതി വരുത്താൻ ഉള്ള ഒരു നീക്കവും കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി നമ്മൾ കാണുന്നില്ല. അത്തരം കാര്യങ്ങളാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. KSTS സെക്രട്ടറി ശ്രീ CK ഹരികൃഷ്ണനും നമ്മളൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഹരികൃഷ്ണൻ, ഇവിടെ സൂചിപ്പിച്ചു തന്നെ സുപ്രധാന വിഷയം, അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ തടസ്സമായി നിന്നത് അതിന്റെ നിയമവശങ്ങളാണ് എന്നാണ് ഇവിടെ കോൺഗ്രസ് നേതാവ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അത്തരം നിയമവശങ്ങൾക്ക് അപ്പുറത്തല്ലേ ഒരു സ്കൂളിന്റെ നിലനിൽപ്പ്, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ നിലനിൽപ്പ്, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഭാവി, ഇത്തരം കാര്യങ്ങളൊക്കെ? ഇതിലിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കാണേണ്ട വിഷയം എന്താ വെച്ചാൽ, മലാപ്പറമ്പ് എന്നൊരു സ്കൂളിനെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണുന്ന ദിവസമാണ് JCB കൊണ്ടുവന്ന ആ സ്ഥാപനം പൂട്ടിയത്. മാനേജർക്ക് അധികാരം കിട്ടി. പൂട്ടുന്ന സമയത്ത് വലിയ പ്രതിരോധം ഉയർന്നു വന്നപ്പോൾ ജനകീയമായി കാശ് പിരിച്ച് സംഘം ഉൾപ്പെടെ അതിനാവശ്യമായ കെട്ടിടം ഉൾപ്പെടെ ചെയ്തു. ആകർഷകമായ രീതിയിൽ കുട്ടികൾ അവിടത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം ഈ വിദ്യാലയം നിലനിർത്തണമെന്ന് ഈ സർക്കാരിന് എന്തുകൊണ്ട് തോന്നുന്നില്ല? എന്തുകൊണ്ട് ആ നിയമനിർമ്മാണം നടത്താൻ ഈ കാലയളവിൽ തയ്യാറാവുന്നില്ല? ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. കഴിഞ്ഞ ഈ KER-നകത്ത് ഒരു വർഷത്തിന് മുമ്പേ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിച്ച DPI ആണ് അതിന് ഉത്തരവ് കൊടുക്കേണ്ടത്. ഈ DPI ഏകപക്ഷീയമായി എന്തുകൊണ്ട് ഉത്തരവ് പ്രഖ്യാപിച്ചു? അതോടൊപ്പം ഗവൺമെൻറ് ഇതിനു വേണ്ടി വാദിക്കണം. ഗവൺമെൻറ്റിന് ആരോടാ താല്പര്യം? പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾ, ഈ കുട്ടികളുടെ താല്പര്യമാണ് ഗവൺമെൻറ്റിന്. ഗവൺമെൻറ്റിന് ഭാഗമായി വാദിച്ച വക്കീൽ ഇക്കാര്യത്തിൽ മാനേജറോടൊപ്പം ചേർന്നു. എന്തുകൊണ്ട് മാനേജറൊപ്പം ചേർന്നു? മാനേജർക്ക് ഇത് വിറ്റിട്ട് വേണം, ഇത് നഷ്ടമാണ് എന്ന് മാനേജർക്ക് തോന്നുന്നു. വിറ്റ് വലിയ കാശ്, കോടികൾ സമ്പാദിക്കണം. മലാപ്പറമ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ പട്ടണത്തിൻ്റെ നടുവിലാണ്. അങ്ങനെ കാശ് സമ്പാദിക്കാൻ ഭൂമാഫിയ ഇതിനോടൊപ്പം ചേർന്നു. ആ ഭൂമാഫിയയും മാനേജരും സർക്കാർ 3 പേരും ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിധി സമ്പാദിച്ചത്. സർക്കാരിന് ഭൂമാഫിയയും കൂടി ചേർന്ന് ഞാൻ പറയാ ഉണ്ട്. ഈ സർക്കാരിന് ഇടപെടുന്നാരാ? ഞാനിപ്പോൾ പറയാം, നിങ്ങൾ നേരത്തെ ഞാൻ പറയുമ്പോൾ കേട്ടില്ല ഏത് സ്കൂളാണ് പൂട്ടിയെന്ന്. 2001, 2000 48 വിദ്യാലയം പൂട്ടിയത് സർക്കാർ. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിലെ സൗമ്യ കണക്കെടുക്കണം. ഈ അഞ്ചല്ല ഉമ്മൻചാണ്ടി സർക്കാർ നിങ്ങൾ പറയാം. ഞാൻ പറയട്ടെ, 2001, 2006
സ്കൂൾ പൂട്ടുകാരാ അതിന്റെ കാര്യമല്ലേ എന്താ ഞാൻ പറഞ്ഞത് ഈ ഞാൻ സർക്കാരിന്റെ കാര്യത്തിൽ അതെ, ഞാൻ അതേ പറയട്ടെ നയം തന്നെയാണെന്നാണ് അതിന്റെ പറഞ്ഞത്. തുടർച്ച ആ നയം പിൻവലിച്ചത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഇല്ല, 5 കൊല്ലക്കാലം ഒരു സ്കൂൾ പൂട്ടാത്തത്. കേക്ക് അത് പറയട്ടെ ഒരു സ്കൂൾ പൂട്ടിയിട്ടില്ലല്ലോ. പൂട്ടിയിട്ടുണ്ട്. പൂട്ടുന്ന ഇപ്പൊ അവസ്ഥയിലേക്ക് പൂട്ടിയതിന്റെ കാരണം ആരാ? ഇന്നലെ തിരുവനന്തപുരം പാലാട്ടി ഇതിന്റെ ഉത്തരവാദിത്തം അതേ അവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചിരിക്കുകയല്ലേ, പൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയല്ലേ. ഞാൻ പറയാം, ഒരു കാര്യം ഈ ഞാൻ സ്കൂൾ തിരികെ പൂട്ടാനുള്ള എത്താം. കാരണം വളരെ ആരാ? വേഗം ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ എ പ്രദീപ് കുമാർ, ഇവിടെ നേരത്തെ ഷഫീർ സൂചിപ്പിക്കുകയുണ്ടായി, VS-ന്റെ കാലത്ത് ഉണ്ടാക്കി വെച്ച ചില നിയമങ്ങളായിരുന്നു ആ ഘട്ടത്തിലൊക്കെ തടസ്സമായി നിന്നത്, അതുകൊണ്ടാണ് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയാതെ പോയത് എന്ന തരത്തിലടക്കമുള്ള കാര്യങ്ങൾ. ഇതിനോടുള്ള മറുപടി മനസ്സിലാക്കേണ്ടത് ഈ ആടിനെ പട്ടിയാക്കരുത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് ഈ ലാഭക്കൊതിയനായ മാനേജർ ഈ സ്കൂൾ അടച്ചുപൂട്ടാൻ അപേക്ഷയുമായി ആദ്യം ഗവൺമെന്റിനെ സമീപിക്കുന്നത്. അന്ന് ആ സർക്കാർ ആ അപേക്ഷ തള്ളി. പിന്നീട് UDF ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് 2013 ആ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ, ഒരു കോടതി പറഞ്ഞിട്ടുമല്ല, നേരിട്ട് അബ്ദുറബ്ബ് ഉത്തരവ് കൊടുക്കുന്നത്. അതിനെതിരെ ഞാൻ നിയമസഭയിലെ സബ്മിഷൻ കൊണ്ടുവന്നു, അതിന്റെ വസ്തുതകളൊക്കെ പറഞ്ഞു. അവരുടെ ഒരു കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടാണ്, അതായത് UDF ഈ മാനേജറുടെ തന്നെ ബന്ധു ആയിട്ടുള്ള DD വന്ന സമയത്ത് അവരൊരു കള്ള റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ്, ഈ സ്കൂളിന്റെ പിന്നെ മുഴുവൻ സ്ഥലവും റോഡ് അക്വിസിഷന്റെ ഭാഗമായിട്ട് പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അതും പറഞ്ഞുകൊണ്ടാണ് അന്ന് അബ്ദുറബ് ആ പിന്നെ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ്, അത് ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് അന്ന് ഉത്തരവിറക്കിയത്. പിന്നീട് ഇവര് ആ ഉത്തരവ് പിൻവലിക്കാൻ നമ്മുടെ മലയാളത്തിന് ഇന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വ്യക്തിത്വം ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും MT വാസുദേവൻ നായരാണ്. അദ്ദേഹം ഉൾപ്പെടെ നേതൃത്വം നൽകിയ വലിയ ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി UDF സർക്കാർ ആ ഉത്തരവ് പിൻവലിക്കാൻ നിർബന്ധിക്കപ്പെട്ടു. ആ ഉത്തരവ് പിൻവലിക്കുന്നത് തന്നെ നമ്മുടെ ആ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം രാത്രി ഈ സ്കൂൾ ബുൾഡോസർ വെച്ച് ഇവർ തകർത്തതിനെ തുടർന്ന് ഉയർന്നു വന്ന പ്രക്ഷോഭത്തിന്റെ ബലത്തിലാണ്. അന്ന് ഇപ്പൊ നേരത്തെ എന്റെ സുഹൃത്ത് ചോദിച്ചല്ലോ എന്താണ് ഗവൺമെന്റിന്റെ നേട്ടം ഭൂമാഫിയായിട്ട് ചേർന്നെന്ന്. ഗവൺമെന്റിന്റെ നേട്ടമല്ല, കോൺഗ്രസിന്റെ നേട്ടം. കോൺഗ്രസിന്റെ നേതാവാണ് നേരത്തെ നിങ്ങളുടെ ഈ മാനേജറുടെ അനുജൻ. അദ്ദേഹമാണ് നേരത്തെ ലുക്കൌട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ച് ഈ പിന്നെ അറസ്റ്റിലായത് എന്തുകൊണ്ടാണ്? അദ്ദേഹം നിങ്ങളെ കോൺഗ്രസിന്റെ നോമിനി ആയിട്ടല്ലേ പിന്നെ അവിടെ വലിയൊരു സാംസ്കാരിക കേന്ദ്രത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരിയല്ലേ ഈ ജില്ലയിൽ വന്നാൽ? അദ്ദേഹം ഇതിനകത്തുള്ള പ്രതിയല്ലേ, നേതാവല്ലേ, ഇതിനകത്തെ പ്രധാന പ്രതിയായിട്ട് പിന്നെ ഈ കേസിൽ ഇരിക്കുന്നയാള്. ആ താല്പര്യമാണ് ഭൂമാഫിയയുടെ താല്പര്യം എന്ന് പറയുന്നത്. ഭൂമാഫിയയും ഗവൺമെന്റുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ് ആ ബന്ധം ഉണ്ടാവുന്നത്. എന്തായാലും അതിനൊക്കെ തുടർന്ന് ഇവര് പിൻവലിച്ചതിനെതിരെ പിന്നെ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് പിൻവലിച്ചതിനെതിരെ ഈ മാനേജർ കോടതിയിൽ പോയപ്പോ അവിടെ കോടതിയിൽ സുപ്രീം കോടതി പറഞ്ഞതുപോലെ നിങ്ങളൊന്നും ചെയ്തില്ല. അതാണ് ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞത്. നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ, ഈ സ്കൂളിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നു. നിങ്ങളൊന്നും ചെയ്യാതെ എന്തേ ഇപ്പോ അപ്പീലുമായിട്ട് വന്നു എന്ന് ചോദിക്കുന്നത്. ഇപ്പൊ അപ്പീലുമായിട്ട് വന്നത് ഇപ്പൊ LDF ഗവൺമെന്റ് വന്നത് കൊണ്ടാണ്. എന്തേ നിങ്ങൾ അപ്പീൽ പോകണ്ടെന്ന് തീരുമാനിച്ചത്? കഴിഞ്ഞ സർക്കാർ ഇടതുപക്ഷ UDF സർക്കാർ അപ്പീൽ പോകണ്ട എന്നാണല്ലോ തീരുമാനിച്ചത്. അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. മാത്രമല്ല അന്നത്തെ ഹൈക്കോടതി ഉത്തരവിനെതിരെ, അടച്ചുപൂട്ടാനുള്ള ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ പോയിട്ട് ഇതിനെ രക്ഷപ്പെടുത്താനാകുമോ എന്നുള്ളൊരു ശ്രമം പോലും നടത്താതെ ആ ഉത്തരവ് കംപ്ലൈന്റ് ചെയ്യുന്നതിനുള്ള DPIയുടെ ഉത്തരവ് വന്നു. നിങ്ങളുടെ ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് DPI അടച്ചുപൂട്ടാൻ കൊണ്ടുവന്നു. ആ ഉത്തരവുമായിട്ടാണ് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇവിടെ AEOയും മറ്റുമൊക്കെ വന്നത്. അപ്പൊ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുമ്പ് സാവകാശം ഉണ്ടായിരുന്നു. എന്തിനൊക്കെ? ഒന്ന്, അപ്പീൽ പോകാൻ സാവകാശം ഉണ്ടായിരുന്നു. രണ്ട്, ഈ KER-ൽ പറഞ്ഞ ബന്ധപ്പെട്ട വ്യവസ്ഥ, KER-ലല്ല വിദ്യാഭ്യാസ നിയമത്തിലെ വ്യവസ്ഥ ഭേദഗതി ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. നിയമസഭയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. നിങ്ങളത് ചെയ്തില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മാനേജറുടെ ലാഭക്കൊതിയും ഭൂമാഫിയയുടെ താല്പര്യങ്ങളും സംരക്ഷിക്കുക എന്നതാണ്. അല്ലെ അവിടെ പഠിക്കുന്ന 57, 59, 60, 65 എന്നല്ല അതിന്റെ എണ്ണത്തിൻ്റെതല്ല പ്രശ്നം. ആ കുട്ടികളുടെ താല്പര്യം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് അതിനുള്ള യാതൊരു താല്പര്യവും നിങ്ങൾക്ക് ഈ സർക്കാർ UDF സർക്കാരിനുണ്ടായിരുന്നില്ല, ഉമ്മൻചാണ്ടി സർക്കാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉമ്മൻചാണ്ടി സർക്കാർ ജനങ്ങളെ മുമ്പാകെ ഒന്ന് പറഞ്ഞു, ഉള്ളിലൂടെ വേറെ കളി കളിച്ചു. അവരുടെ വഞ്ചനാപരമായിട്ടുള്ള നിലപാടാണ് ഈ പതനത്തിലേക്ക് എത്തിച്ചത്. ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അവര് ആദ്യമായ അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആദ്യ ഫയൽ കൈകാര്യം ചെയ്യുന്നത് ഈ മലാപ്പറമ്പ് സ്കൂളിന്റെ ശ്രീ ഷഫീർ, ഈ ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ ഇന്നിപ്പോ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്തുകൊണ്ട് ഇത്ര കാലതാമസം ഉണ്ടായി? അവിടെയാണ് ഈ ഒരു വിഷയത്തിൽ UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളിൽ ഏറ്റവും വലിയ വിമർശനമായി ഈ കേസിൽ നിൽക്കുന്നത്. സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാനുള്ള സ്റ്റാറ്റ്യൂട്ടറി പീരീഡിന്റെ ഒരു ദിവസം പോലും അപ്പുറത്തോട്ട് പോയിട്ടില്ലല്ലോ. സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കുന്നതിന് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ദിവസങ്ങളുണ്ട്. ആ ദിവസത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ആരായാലും അപ്പീൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കാലതാമസം ഇല്ലാന്ന് കൂട്ടണം. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ശ്രീ പ്രദീപ് കുമാർ MLA, താങ്കൾ അവിടുത്തെ MLA ആയിരുന്നല്ലോ.
ശരി, UDF അവിടുത്തെ കോൺഗ്രസ് നേതാവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമാഫിയുമായിട്ട് കളിച്ചുകൊണ്ട് അപ്പീൽ കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ ഇപ്പോഴാണോ ഇടതുപക്ഷം വന്നിട്ടാണോ നിങ്ങൾ അറിഞ്ഞത്? അല്ല, അന്ന് നിങ്ങൾ സഭയിൽ അടക്കം ഈ കാര്യം അദ്ദേഹം പുറത്തു പറഞ്ഞില്ല? ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്തേ പറയുകയും അങ്ങനല്ല, അവിടുത്തെ MLA എന്ന നിലയിൽ അതെന്ത് ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ അത് കൊണ്ടുവന്നില്ല? മലാപ്പറമ്പ് സ്കൂൾ പൂട്ടുന്ന കാര്യത്തിൽ ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ കളിച്ചുകൊണ്ട് ഭൂമാഫിയയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു, സുപ്രീം കോടതിയിൽ ഈ സംസ്ഥാന സർക്കാർ അപ്പീൽ പോകുന്നില്ല എന്ന് ഒരു ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് ആ ഉത്തരവിനെതിരായിട്ട് അപ്പീൽ പോകുന്നില്ല എന്ന് അവിടുത്തെ നോർത്തിന്റെ MLA ആയ ശ്രീ പ്രദീപ് കുമാർ ഇപ്പൊ പറഞ്ഞാൽ പോരാ, പറയേണ്ട സമയത്ത് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല എന്ന് മാത്രമല്ല പ്രദീപ് കുമാറിന്റെ വാദത്തിൽ തന്നെയുണ്ട് ഞങ്ങളുടെ ആ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണെന്നറിയോ മലാപ്പറമ്പ് പൂട്ടുന്നേ, പരശുരാമ സ്കൂൾ പൂട്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇടതുപക്ഷം കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു 60 സ്കൂളില്ലാത്ത എല്ലാം അനാദായകരം. നിങ്ങൾക്കറിയോ, ഞാൻ പറയട്ടെ, അങ്ങനെ കൊണ്ടുവന്ന നിയമത്തിന്റെ ഭാഗമായിട്ട് പിന്നെ ഇങ്ങനെ 60 കുട്ടികളില്ലാത്ത സ്കൂളുകൾ പൂട്ടണമെന്ന് നിയമം നിലവിലിരിക്കവേ വേണമെങ്കിൽ മാറ്റാം. അത് ഒരു വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സൗമ്യ കേക്ക്, വേണമെങ്കിൽ നിയമം മാറ്റിക്കൊണ്ട് 50 അല്ല എത്ര 5 പേരായാലും പഠിപ്പിക്കണമെന്ന് വേണമെങ്കിൽ നിയമ ഭേദഗതി ചെയ്യാം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ 60 ഇല്ലെങ്കിൽ പൂട്ടാമെന്ന വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് പല സ്കൂളുകളും പൂട്ടുന്നതെന്നും അതിന്റെ പിന്നിൽ ആ ഓർഡർ ഇറക്കിയത് ഇടതുപക്ഷമാണെന്നും എന്തുകൊണ്ട് നിങ്ങൾ വിസ്മരിക്കണം? എന്നിട്ട് ഈ ഓർഡർ ഇറക്കിയ ആളുകൾ തന്നെ പറയുക നിങ്ങൾ എന്തുകൊണ്ട് അത് മാറ്റിയില്ല, നിയമം എന്തുകൊണ്ട് നിങ്ങൾ തിരുത്തിയില്ല എന്നാണ് ചോദിക്കുന്നത്. നിയമം ഇറക്കിയ ആളുകൾ പറയട്ടെ, കുട്ടികൾ കുറവായ സ്കൂൾ പൂട്ടണമെന്ന് എപ്പോഴാണ് ഉത്തരവിറക്കിയത്? ഞാൻ ഒരു കാര്യം കേൾക്കൂ. ഏകദേശം 5573 സ്കൂളുകളിൽ 5573 സ്കൂളുകൾ അനാദായകരം എന്ന വാക്ക് തന്നെ ഈ 60-മായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താ. നിങ്ങൾക്കറിയോ 10 കുട്ടികളിൽ കുറവുള്ള സ്കൂളുകളിൽ നിന്ന് 190 ഉണ്ട്. 10 കുട്ടികൾ പോലും ഇല്ലാത്ത കേരളത്തിലെ സ്കൂളുകൾ 190. 60 കുട്ടികളില്ലാത്തത് 591 സ്കൂളുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അനാദായകരം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന സ്കൂൾ എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ 599 സ്കൂള്. അപ്പൊ കണ്ണൂർ ജില്ല ഉൾപ്പെടെ ഇപ്പോഴത്തെ ബഹുമാനായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അനാദായകരം എന്ന രീതിയിൽ സ്കൂളുകൾ പൂട്ടാനുള്ള കാരണം 60 എന്ന് പറയുന്ന ഒരു നിശ്ചിത സംഖ്യ നിശ്ചയിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നിയമം കൊണ്ടുവന്ന ഇടതുപക്ഷ സർക്കാരാണ്. ഇല്ല, ഇത് തെറ്റായ പ്രസ്താവമാണ്. എന്ത് പ്രസ്താവന? ഞാൻ പറയുന്ന കണക്കല്ലേ നിങ്ങൾ പറഞ്ഞല്ലോ. ഇനി ഞാൻ പറയട്ടെ, ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണല്ലോ, എനിക്കറിയാലോ. നിങ്ങൾ ഒരു വിദ്യാലയവും അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടില്ല, ഇല്ലാന്ന് നിങ്ങൾ ഉത്തരവ് പറയട്ടെ സാർ, പറയട്ടെ. നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ, 60 കുട്ടികളുള്ള വിദ്യാലയങ്ങൾ അധ്യാപകരുമായി ബന്ധപ്പെട്ടാണ് കാര്യം പറഞ്ഞിട്ടുള്ളത്. ഒരു വിദ്യാലയവും അടച്ചുപൂട്ടാൻ പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങളൊരു കാര്യം പറഞ്ഞു, അനാദായകർ എന്നുള്ള വാക്ക് ഇടതുപക്ഷം കൊണ്ടുവന്നാ? അനാദായകർ എന്നുള്ള വാക്ക് ഇടതുപക്ഷത്തിന്റെ കാലത്ത് അതിന്റെ പേര് വന്നതെന്നറിയോ? അല്ല നിങ്ങൾ കുട്ടികൾ കുറവുള്ള വിദ്യാലയം എന്നാണ് ഇടതുപക്ഷം. ഞാൻ പറയട്ടെ, അനാദായകരം എന്ന് പറഞ്ഞ നിങ്ങൾ 2001-2006 കറുത്ത ഉത്തരവ് പറയട്ടെ സാർ, നിങ്ങൾ മാത്രം പറയല്ലെന്ന്. 2001-2006 വിദ്യാലയം, അന്ന് ആന്റണി മുഖ്യമന്ത്രി 2500 വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ തീരുമാനിക്കുന്നു. ഞാൻ പറയട്ടെ, 2001-2000 അന്ന് പറഞ്ഞ ആന്റണിയുടെ വാക്കാണ് അനാദായകരമായ സ്കൂളുകൾ അടച്ചുപൂട്ടും. എത്ര എണ്ണം? 2500. ഞാൻ പറയട്ടെ, 2500, 2001-2006 എന്നതിന് ശേഷം എന്തു പറഞ്ഞു? അതേ മുഖ്യമന്ത്രി പറഞ്ഞു ആവശ്യപ്പെട്ടവർക്കെല്ലാം വിദ്യാലയം. ഇനി മറ്റൊരു കാര്യം പറയാം, കഴിഞ്ഞ UDF-ന്റെ ഗവൺമെന്റ് കാലത്ത് അനാദായകരമായ ഉണ്ടല്ലോ, അനാദായകരം നിങ്ങൾ സമ്മതിച്ചല്ലോ. അനാദായകരം അൺഎക്കണോമിക് സ്കൂളിന്റെ കാലത്ത് എന്തിനാണ് അൺഎയ്ഡഡ് മേഖല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചത്? ഈ കുട്ടികൾ കുറവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ. മാത്രമല്ല, റബ്ബ് പറഞ്ഞൊരു കാര്യം കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്, CBSE വിദ്യാലയങ്ങൾ അംഗീകരിക്കുന്നത് അഭിമാനമുണ്ടെനിക്ക്. 2, അനധികൃതമായി പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്ക് അംഗീകാരം നൽകും. അങ്ങനെ എത്ര എണ്ണം? 555 എണ്ണം. ഇപ്പോ ഈ കുട്ടികൾ കുറയാൻ കാരണം അത് AK ആന്റണി ഭരിച്ചത് കൊണ്ടോ VS ഭരിച്ചുകൊണ്ടൊന്നും അല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിന്റെ ഒരു പൊതുസമൂഹം, ഞാൻ ഉൾപ്പെടെയുള്ളവർ സർക്കാർ സ്കൂളിൽ പഠിച്ചു വന്നത്, ഈ കേരളത്തിന്റെ ആ സർക്കാർ സ്കൂളുകൾക്ക് മരണമണി വീഴാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ 90-ൽ തുടങ്ങിയ DPEP, 90-ലാണ് അത് തുടങ്ങുന്നത്. ആ DPEP-യിൽ കടന്നു വന്നപ്പോൾ അധ്യാപകനും കുട്ടിയും എന്ന നില മാറി
കൂട്ടുകാരനും കുട്ടി എന്ന നിലയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയത്തിലെ പിന്നെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സുകളും IT ടെക്നോളജിയും പഠിക്കുമ്പോൾ ക്ലാസിൻ്റെ പുറത്തിറങ്ങി നിന്ന് കല്ലുകൾ പറക്കിക്കൊണ്ട് കൂട്ടുകാരനും കുട്ടിയും കളിക്കുന്ന തരത്തിൽ DPP നിലവാരം താഴ്ന്നപ്പോൾ പാവപ്പെട്ടവൻ, ഫീസ് കൊടുക്കാൻ നിവർത്തിയില്ലാത്ത പാവപ്പെട്ടവൻ ഒഴികെയുള്ള മുഴുവൻ ആളുകളും അവിടെ കൂടുപോലെ മുളച്ചു പൊന്തിയ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മക്കളെ മാറ്റി. ഒന്ന് കുട്ടികളുടെ എണ്ണം ഇന്ന് വളരെ കുറവാണ്, ജനസംഖ്യാ നിയന്ത്രണം ഒന്ന്. രണ്ടാമത്തെ കാരണം കേന്ദ്ര സിലബസിൻ്റെ ആധിക്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഏത് പാവപ്പെട്ടവന് MBBS-ഉം പിന്നെ MD ഒക്കെ നേടാമെന്ന് കണ്ടപ്പോൾ അതിന് ഏറ്റവും സൗകര്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണെന്നൊരു തെറ്റിദ്ധാരണ വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് സ്കൂളുകൾ പൂട്ടി ആരോപണം നിലനിൽക്കുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ബുദ്ധിപൂർവ്വം ഞങ്ങൾ ചെയ്തു സർക്കാർ സ്കൂളുകളെ ഇംഗ്ലീഷ് മീഡിയങ്ങളാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ കൂടി കണക്ക് ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞാൽ സർക്കാർ സ്കൂളുകളിൽ മലയാളം മീഡിയം സ്കൂളുകൾ മാത്രമായിരുന്നിടത്ത് ഒരു ഡിവിഷൻ ഇംഗ്ലീഷ് മീഡിയം കൂടി തുടങ്ങി. അങ്ങനെ ഒരു സർക്കാർ സ്കൂളിൽ തന്നെ മലയാളം മീഡിയവും ഉണ്ടായി, ഇംഗ്ലീഷ് മീഡിയവും ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ പാവപ്പെട്ടവന്റെ മക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ സർക്കാരിന്റെ ചെലവിൽ പഠിക്കാൻ പറ്റി. അങ്ങനെ വന്നപ്പോൾ സർക്കാരിന്റെ സ്കൂളുകൾ ലാഭകരമായി. അങ്ങനെയാണ് എന്റെ കണക്ക് പ്രകാരം 3573 സ്കൂളുകൾ പൂട്ടാതെ പോയത്. ഞങ്ങളുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം കൂടി തുടങ്ങി പാവപ്പെട്ടവന്റെ മക്കളെയും ഇംഗ്ലീഷ് മീഡിയം സർക്കാർ സ്കൂളുകളിലേക്ക് ആക്കാനുള്ള ഉത്തരവാദിത്വവും തീരുമാനവും ഞങ്ങൾ എടുത്തത് കൊണ്ടാണ് 3700 സ്കൂളുകൾ ഇന്ന് നിലനിൽക്കുന്നത്. പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ പറയുന്ന തർക്കങ്ങൾക്കപ്പുറത്ത് നിന്ന് ഇത്തരം സ്കൂളുകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്കൂളുകളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തു ചെയ്തു എന്നുള്ളൊരു പരിശോധന കൂടി വേണ്ടതുണ്ട്. അതിന് പ്രായോഗികമായ തലത്തിൽ ചിന്തിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിന്? വളരെ വിചിത്രമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ഷഫീർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ഭുതം, അതെ, അത്യന്തം വിചിത്രമാണ്. ഇതിനിടയിൽ കയറി ഇടപെടരുത്. ഷഫീറിന് അങ്ങനത്തെ ഒരു ദുസ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്കൂളുകളെ അനാദായകരം എന്ന് വിശേഷിപ്പിച്ചത് മാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നേരത്തെ MLA-യും അതുപോലെ തന്നെ ഷഫീറും വ്യത്യസ്തമായ 2 രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഞാനും ഹരികൃഷ്ണൻ സാറും ഒക്കെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ അനുഭവത്തിലൂടെയാണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത് എന്നുകൂടി നിങ്ങളും മാധ്യമപ്രവർത്തകരും പ്രേക്ഷകരും മനസ്സിലാക്കണം. എങ്ങനെയാണ് വിദ്യാഭ്യാസം അനാദായകരമായി മാറുന്നത്? ഒരു കുട്ടിയെങ്കിലും പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് വിദ്യാഭ്യാസം പ്രാപ്യമാകാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നിടത്താണ് അതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി മാറേണ്ടത്. ഇവിടെ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ട് സൗമ്യ. ഒന്ന് നിയമം, മറ്റൊന്ന് സാമൂഹ്യ പ്രതിബദ്ധത. നിയമം സൃഷ്ടിക്കുന്നത് കാലാകാലങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന ജനപ്രതിനിധികൾ അടങ്ങുന്ന, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അടങ്ങുന്ന സർക്കാരുകളാണ്. അവർക്ക് ഈ നിയമത്തിൽ അനിവാര്യമെന്ന് തോന്നുന്ന പക്ഷം ഭേദഗതി വരുത്തുവാനുള്ള എല്ലാ അവകാശങ്ങളും ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. ആ കാര്യത്തിൽ കഴിഞ്ഞ 5 വർഷം ഇവിടെ അധികാരത്തിലിരുന്ന ഗവൺമെന്റ് ഈ പ്രശ്നത്തിൽ, ഈ വിദ്യാഭ്യാസത്തിൽ സ്കൂൾ പൂട്ടുന്ന കാര്യം മാത്രം എടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ്, വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന്, ഈ നിയമത്തിന്റെ KER-ൽ ഉൾപ്പെടുന്ന ഈ വ്യവസ്ഥയെ ഒക്കെ മറികടന്ന് ഒന്നും ചെയ്യാനാവില്ല എന്ന സാഹചര്യം വരുമ്പോഴാണിത്. അതിനപ്പുറം സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു തലമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ പ്രാഥമിക വിദ്യാഭ്യാസ തലം മുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്വകാര്യ വ്യക്തികൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അവർക്ക് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഒരു സേവനത്തിന്റെ ഭാഗമായിട്ടാണ് കണ്ടത്. എന്നു മുതലാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ലാഭത്തിന്റെ കണക്കെടുപ്പിൽ വരുന്നത് വിദ്യാഭ്യാസം? അതിന് അവസരമുണ്ടായത് എന്നു മുതലാണ്? ഇവിടെ നേരത്തെ DPP-യെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് വാദിക്കാം, രാഷ്ട്രീയമായി അതൊക്കെ വാദിച്ചു നിൽക്കാം. പക്ഷെ വസ്തുനിഷ്ഠമായി അതൊന്നും ശരിയല്ല. നവലിബറൽ സാമ്പത്തിക നയങ്ങളിലൂടെ ഏതൊക്കെ തരത്തിലാണ് എല്ലാ മേഖലയെയും കച്ചവടമാക്കി മാറ്റുവാനുള്ള തീരുമാനം ആരെടുത്തതാ? കണ്ടുപിടിക്കട്ടെ, സത്യസന്ധമായി പറയട്ടെ, ആരാണ് എല്ലാ മേഖലയെയും ചരക്കാക്കി മാറ്റുന്ന, വിദ്യാഭ്യാസത്തെ അടക്കം കച്ചവടമാക്കി മാറ്റുന്ന, ലാഭത്തിനുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്ന സമീപനം ആര് സ്വീകരിച്ചതാണ്? ഏത് സർക്കാരിന്റെ കാലത്താണ് ഇന്ത്യയിൽ ആകമാനം അത്തരത്തിലൊരു തീരുമാനവും നിലപാടും നയവും രൂപപ്പെട്ടത്? അതിന്റെയൊക്കെ ഭാഗം സ്വാശ്രയ വിദ്യാഭ്യാസവും നവലിബറൽ സാമ്പത്തിക നയവും രണ്ടാണെന്നെങ്കിലും ഷഫീർ മനസ്സിലാക്കും. ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ഷഫീർ പറയുമ്പോൾ ഞാൻ വളരെ ജനാധിപത്യപരമായ മര്യാദ പാലിച്ചിരിക്കുകയാണ്. അപ്പൊ ആ സമീപനത്തെ അടക്കം നമ്മൾ പരിശോധിക്കേണ്ടി വരും. പക്ഷെ ഇപ്പൊ ഇത്തരമൊരു വളരെ ദുരന്താത്മകമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇത്തരം നയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് അപ്രായോഗികമാണ് എന്നെനിക്കറിയാം. പക്ഷെ ഇത് പറയുന്നത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ നിരീക്ഷണം
എവിടെ പോയിരുന്നു നിങ്ങൾ ഇത്രയും കാലം എന്ന് സർക്കാരിനോട് ചോദിക്കുമ്പോൾ ആ കാലയളവിൽ അധികാരത്തിലിരുന്ന സർക്കാരിന് അതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തവർക്ക് അതിന് മറുപടി പറയാൻ, ജനങ്ങളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. മറ്റൊന്ന്, ഈ സ്കൂളിനെ സർക്കാർ ഏറ്റെടുക്കണം എന്ന് വാദിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും സർക്കാർ ഏറ്റെടുക്കുന്നതിനോട് ഞാൻ അനുകൂലിക്കുന്നു. പക്ഷേ ഇന്ന് സർക്കാരിന്റെ അവസ്ഥ എന്താ? സ്കൂളിനെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവിറക്കിയാൽ മാത്രം പോരല്ലോ. അവിടുത്തെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തണം. അവിടുത്തെ അധ്യാപകരുടെ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ മുഴുവൻ സർക്കാരിന്റെ ഉത്തരവാദിത്തമായി മാറിത്തീരുകയാണ് പൂർണ്ണമായും. അത്തരമൊരു സാഹചര്യത്തിന് അനുകൂലമാണോ കേരളത്തിലെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി? അതും നമ്മൾ പരിശോധിക്കേണ്ടത്. തിരികെ എത്താം. ശ്രീ പ്രദീപ് കുമാർ, പരിമിതികൾ ഉണ്ടാകും. പല സ്കൂളുകളുടെയും, സംസ്ഥാനത്തെ പല സ്കൂളുകളുടെയും സാഹചര്യം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ലാഭത്തിന്റെ കണക്ക് പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അത് ഗൗരവതരമായ വിഷയങ്ങളിലേക്ക് വരുന്നത്. കിരാലൂർ വിഷയം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ KERന്റെ ഇവിടെ ഷഫീർ ആവർത്തിച്ച് പറയുന്നത് തന്നെയാണ്, ചില നയങ്ങളിൽ അല്ലെങ്കിൽ ചില നിയമങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള വളരെ ശക്തമായ ചില ഭാഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതിലൊന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നതെന്നാണ്. പക്ഷേ ഇത്തരം വ്യവസ്ഥകൾ മാറ്റുക ഒരു ഘട്ടം. ഇനിയിപ്പോൾ മലാപ്പറമ്പിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ ആകും എന്നതിനെ കുറിച്ച് നിയമപരമായ ഒരുപാട് നൂലാമാലകളുണ്ട്. പക്ഷേ അതുപോലെ മലാപ്പറമ്പിന്റെ വിഷയങ്ങളിലേക്ക് പോലെ തന്നെ എത്തി നിൽക്കാൻ സാധ്യതയുള്ള നിരവധി സ്കൂളുകളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ഇത്തരം വ്യവസ്ഥകളിൽ നമുക്ക് എന്ത് ചെയ്യാനാകും? ശ്രീ പ്രദീപ് കുമാർ. ഹലോ ശ്രീ പ്രദീപ് കുമാർ, ഇനി ഇത്തരം വിഷയങ്ങളിൽ KERലടക്കം നമുക്ക് എന്ത് ചെയ്യാനാകും? അതൊരു സർക്കാരിന് അതായത് കഴിഞ്ഞ UDF ഗവൺമെന്റ് ഇതേവരെ ചെയ്യാതിരുന്ന കാര്യം ചെയ്യാനാവുമോ എന്നാണ് നോക്കേണ്ടത്. KERൽ വിദ്യാഭ്യാസ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരിക, അതുകൊണ്ട് ചിലപ്പോൾ അടച്ചു പൂട്ടിയത് മുൻകാല പ്രാബല്യത്തിൽ സംരക്ഷിക്കാനാവണമെന്നില്ല. പക്ഷേ 1400 ചില സ്കൂളുകൾ പൂട്ടാനുള്ള അപേക്ഷ കിടക്കുകയാണ്. തുരുതുരാ പൂട്ടും, അതിനെ തടയാനാവും. അതോടൊപ്പം എങ്ങനെയാണ് ഇപ്പൊ അടച്ചു പൂട്ടിയ ഈ സ്കൂൾ ഇനി സംരക്ഷിക്കാനാവുക എന്നുള്ളത് ഗവൺമെന്റ് ആലോചിക്കേണ്ടതാണ്. ഗവൺമെന്റ് അതിനെ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് തലത്തിലാണ് ആലോചിക്കേണ്ടത്. ഒരു കാര്യം വളരെ വ്യക്തമാണെന്ന് നേരത്തെ, അതായത് UDF ഞാൻ നേരത്തെ പറഞ്ഞപ്പോ എന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സുഹൃത്ത് അവിടെ നിന്ന് കഴിഞ്ഞ സർക്കാരിനെ സംബന്ധിച്ചൊക്കെ വളരെ ആവേശത്തോടെ സംസാരിക്കുന്നത് കേട്ടു. ഞാൻ പറഞ്ഞതിന് മറുപടി ഉണ്ടായിട്ടില്ല. ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് അബ്ദുറബി സ്കൂൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത്? നേരത്തെ ആ ഉത്തരവിട്ടത് പിന്നെ വലിയ ജനകീയ പ്രക്ഷോഭത്തെ തുറന്നല്ലേ പിൻവലിക്കേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ ഇനി MLA ഇതുവരെ എവിടെയായിരുന്നു ചോദിച്ചു. ഞങ്ങളിവിടെ കഴിഞ്ഞ 50 ദിവസമായി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ അപ്പീൽ പോകാത്തതിൽ, ഈ സ്കൂളിനെ സംരക്ഷിക്കാത്തതിൽ പ്രതിഷേധിച്ചിട്ട് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തും തെരഞ്ഞെടുപ്പ് കാലത്തുൾപ്പെടെ സമരം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും ഇത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പൊ അതിലൊക്കെ ജനങ്ങൾ നന്നായി പ്രതികരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം TV ചാനലിൽ കയറി എന്ത് ചർച്ച നടത്തിയിട്ടും കാര്യമില്ല. കോഴിക്കോട്ടെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അവരത് ശക്തമായ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുമുണ്ട്. ഞാനിപ്പോ എനിക്ക് ഈ ചർച്ച ഇപ്പൊ തുടരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞാൻ വളരെ നന്ദി ശ്രീ പ്രദീപ് കുമാർ MLA അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. ശ്രീ ഷഫീർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 12 ദിവസമായിട്ട് അദ്ദേഹം ഇതിൻ്റെ ഈ ഒരു സമരത്തിൻ്റെ ഒക്കെ മുന്നിൽ നിൽക്കുന്നതാണ്. ഓരോ ദിവസവും നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ വാർത്തകളിലൂടെ അറിയുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പറയുന്നത്. അവിടെ അദ്ദേഹം ചോദിച്ച വിഷയം, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ അടച്ചു പൂട്ടാനുള്ള ഒരു തീരുമാനം മന്ത്രി എടുത്തത്, അബ്ദുറബ് എടുത്തത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ കൊടുത്ത AEയുടെ റിപ്പോർട്ടും ഡെപ്യൂട്ടി ഡയറക്ടറുടെ റിപ്പോർട്ടും പിന്നീട് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടുമെല്ലാം സ്കൂൾ നിലനിർത്തണം എന്നുള്ള ആശയത്തിൽ തന്നെയാണ്. സ്കൂൾ പൂട്ടണമെന്ന് പറഞ്ഞ് മാനേജർക്ക് പോവാൻ വേണ്ടി ഒരു സാധ്യത കിട്ടിയത് VS സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന 60 കുട്ടികൾ എന്ന കണക്കിന്റെ ഒറ്റ ബലത്തിലാണ് അവർ പോയത്. ഈ സ്കൂൾ 60 കുട്ടികളില്ല, പൂട്ടണം എന്ന് പറഞ്ഞ് ആദ്യമായി മാനേജർക്ക് പോവാനുള്ള ചാൻസ് കിട്ടിയത് ഈ 60 എന്ന് പറയുന്ന എണ്ണം നിജപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾ എന്ത് ചെയ്തു എന്നാണല്ലോ നിങ്ങളുടെ ചോദ്യം. ഇപ്പൊ നേരത്തെ ഇദ്ദേഹം ചോദിച്ചു ഏതൊക്കെ സ്കൂളിന്റെ നിലവാരം കൂടിയെന്ന്. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം, കോഴിക്കോട് നടക്കാവ് നമ്മുടെ പ്രദീപ് കുമാർ MLAയുടെ സ്കൂള്, അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അന്താരാഷ്ട്ര പ്രശസ്തമായത്. ആലപ്പുഴയിലെ തുറവൂര്, തിരുവനന്തപുരത്തെ മണക്കാട് സ്കൂൾ, മോഡൽ സ്കൂൾ, ഇങ്ങനെ കോട്ടൺ ഹിൽ സ്കൂൾ ഉൾപ്പെടെ തുടങ്ങി ഏറ്റവും അവസാനം തിരുവല്ലയിലെ കാവുംപുറം LPS വരെയുള്ള സ്കൂളുകളിൽ
തിരുവനന്തപുരം ജില്ലയിൽ ആനാട് LPS ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ ഞങ്ങൾ ഇങ്ങനെ ഇംഗ്ലീഷ് മീഡിയം കൂടി കൊണ്ടുവന്ന് കുട്ടികളെ ഇംഗ്ലീഷ് നിലവാരം കൂടി അഥവാ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ് കൂടി ഇതിൻ്റെ കൂടെ പഠിപ്പിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളെ ഈ സർക്കാർ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളെയും കൂടെ താരതമ്യം ചെയ്ത് അവർ തമ്മിലൊരു മത്സരഗതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഒരുക്കിയതിൻ്റെ ഫലമായി 3000-ഓളം സ്കൂളുകൾ പൂട്ടാതെ രക്ഷപ്പെട്ടു. എന്നിട്ട് ബസ്സിൻ്റെ സൗകര്യം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ MPമാരുൾപ്പെടെയുള്ള ആളുകളുടെ MP ഫണ്ടുകൾ കൂടി ഉപയോഗപ്പെടുത്തി എല്ലാ സ്കൂളുകളിലും ഇത് കൊണ്ടുവന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. അവകാശ നിയമത്തിലെ കേരളത്തിന് ദുരുപയോഗമായിട്ടുള്ള വ്യവസ്ഥകൾ മാറ്റിവെച്ചുകൊണ്ട് ആ നിയമം ഇവിടെ നടപ്പിലാക്കി. എന്നിട്ട് നിങ്ങൾക്കറിയോ നേരത്തെ പ്രദീപ് കുമാർ MLA പറഞ്ഞതുപോലെ KER-ൽ ഭേദഗതി ഞങ്ങൾ വരുത്തിയിട്ടില്ല. പക്ഷേ 3000-ഓളം സ്കൂളുകൾ പൂട്ടണമെന്നും അതിൽ തന്നെ ഏകദേശം 3600 സ്കൂളുകളിൽ 60-ൽ താഴെ കുട്ടികളുടെ സ്കൂളുകളുണ്ടെന്ന് കാണിച്ചുകൊണ്ട് അപേക്ഷ വന്നപ്പോൾ ഒറ്റ അപേക്ഷ പോലും സ്കൂളുകൾ പൂട്ടണമെന്നുള്ള രീതിയിൽ ഉത്തരവിറക്കാതെയും അധ്യാപകരുടെ പുനർവിന്യാസം കണക്കിലെടുത്തപ്പോൾ 1000-ഓളം അധ്യാപകർക്ക് ജോലിയില്ലാതായിട്ട് പോലും അവരെ ക്ലസ്റ്റർ പരിശീലനത്തിന് അയച്ച് നിലനിർത്തിയും ഈ സ്കൂളുകളെ ഈ 5 കൊല്ലക്കാലവും നിലനിർത്തിയത് UDF ആണ്. സൗജന്യ യൂണിഫോം കൊടുത്തു, സൗജന്യ യൂണിഫോം, സൗജന്യമായ പുസ്തകം, സൗജന്യമായിട്ട് ബാഗ്, എന്തിനേറെ പറയുന്നത് സൗജന്യമായി കൊട, സൗജന്യമായി കൺസെഷൻ കൊടുത്തില്ല എന്ന് പറയട്ടെ. കഴിഞ്ഞ 5 കൊല്ലക്കാലം ഞങ്ങൾ സൗജന്യ യൂണിഫോം, സൗജന്യ പുസ്തകം, സൗജന്യ ബാഗ്, സൗജന്യമായ പാഠപുസ്തകം, സൗജന്യ കൺസെഷൻ കൊടുത്തില്ലെങ്കിൽ പറയട്ടെ, പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തതാ. നിങ്ങൾ ഈ പറയുന്ന ആളുകൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ വെട്ടികളാക്കി. അതാണ് ഞാൻ പറയട്ടെ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയല 60 കുട്ടികളെ കുറവുള്ള സ്കൂൾ പൂട്ടണം ഏത് നിയമം നിങ്ങൾ കൊണ്ടുവന്ന കരിക്കുലം അതാ പറഞ്ഞത്. നിങ്ങളത് അറിയാതെ നിങ്ങൾ ഒന്നെ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. അങ്ങനെ ഒരു നിയമം ഇല്ല കേരളത്തിൽ. ഇല്ലാതെ ഞാൻ ഈ നിയമം അറിയുന്ന എന്നോടാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു നിയമം ഇല്ല. എന്തുകൊണ്ട് 100 കുട്ടികളുള്ള സ്കൂളുകൾ അനാഥായകരെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചതാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ഞാൻ രാഷ്ട്രീയം പറയില്ല, ഞാൻ പറയട്ടെ. 2500 വിദ്യാലയം പൂട്ടാൻ തീരുമാനിച്ചു. ഒരു സ്കൂളും പൂട്ടില്ല എന്ന് അടുത്ത വർഷത്തെ തീരുമാനം. ഞാൻ ഇപ്പോൾ പറയുന്നത് നമ്മുടെ വിഷയത്തിൽ നിന്നെല്ലാം പോയിക്കൊണ്ട് മലാപ്പറമ്പിലേക്ക് നേരിട്ട് വരികയാണ്. മലാപ്പറമ്പ് സ്കൂൾ പൂട്ടണം എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിറക്കുന്നു. നിങ്ങൾ ഇപ്പോഴും പറഞ്ഞില്ല എന്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഉത്തരവിറക്കി. മറുപടി പറഞ്ഞില്ല. 2, ആ സ്കൂൾ പൂട്ടുന്ന ഘട്ടത്തിൽ പൊതുസമൂഹം ആകെ ഇടപെട്ട് അതിന് വലിയൊരു കെട്ടിടം നിർമ്മിച്ചു. ആ സമയത്ത് അവിടെ ഒരു സംരക്ഷണ സമിതി ഉണ്ടായി. നിരന്തരമായ സമരത്തിൽ നമ്മളെല്ലാം ഏർപ്പെട്ടു. ഈ ഏർപ്പെട്ട് വർഷങ്ങൾ കഴിയുമ്പോഴും ഇതിനെതിരായിട്ട് ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ ഈ താല്പര്യമുള്ള ഗവൺമെന്റ് തയ്യാറാവണ്ടേ? അത് മാത്രമല്ല, ഹൈക്കോടതി കഴിഞ്ഞു, സുപ്രീം കോടതി പോയില്ല. ഇതിനോട് ചുവടെയായി പറഞ്ഞ് ഇവനോട് ചുവടെയായി പറയുന്നു എന്തുകൊണ്ട് തൃശ്ശൂർ കിലാനൂർ സ്കൂൾ പൂട്ടി? സുപ്രീം കോടതി നിന്നാണ് വിധി. മങ്ങാട്ടുമുറി വിദ്യാഭ്യാസ മന്ത്രി കൊണ്ടോട്ടി നിയമസഭ പൂട്ടാൻ വേണ്ടിയിട്ട് നാളെ പൂട്ടാൻ പോവാണ്. എന്തുകൊണ്ട് നമ്മുടെ ഈ കഴിഞ്ഞ ഗവൺമെന്റ് ഇടപെട്ടില്ല? കോഴിക്കോട് തന്നെ പാലോട്ട് എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് ഇടപെട്ടില്ല? എന്തുകൊണ്ട് പൂട്ടുന്നതിനെതിരായ നിയമ നിലപാടുകൾ മുന്നോട്ട് പോയില്ല? KER-ന്റെ വ്യവസ്ഥ പറഞ്ഞ് DPA കൊണ്ട് ഉത്തരവിറക്കി വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത് പൂട്ടുന്നതിന് വേണ്ടി ഉത്തരവിറക്കുകയും അതിനെതിരെ സമരം ചെയ്തിട്ട് പോലും അതിന് നിയമ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നു വ്യത്യാസം ഇപ്പം അറിയാണ്. ഇപ്പം വ്യത്യാസം എന്താണ്? ഇടതുപക്ഷ ഗവൺമെന്റ് വന്നു. ആദ്യമായി മന്ത്രി അധികാരമേറ്റ ദിവസം വൈകുന്നേരം ഞങ്ങൾ സമീപിച്ചു മന്ത്രിയെ. ഇങ്ങനൊരു വിഷയമുണ്ട്. മന്ത്രി എന്താ പറഞ്ഞതറിയോ? വിദ്യാഭ്യാസ മന്ത്രിയുടെ ബഹുമാനപ്പെട്ട കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു സെന്റൻസ് പോലും ഉണ്ടായില്ലല്ലോ മലാപ്പറമ്പ് ഞങ്ങൾ സംരക്ഷിക്കുന്നു. എന്നാൽ ഈ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞെന്തറിയോ? ഒരു വിദ്യാലയവും അടച്ചുപൂട്ടുന്നത് ഞങ്ങളുടെ നയമല്ല. 2, ഈ വിദ്യാലയത്തിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അങ്ങനെയാണ് സാധ്യതകൾ അടഞ്ഞു എന്ന് ബോധ്യപ്പെട്ടിട്ടും അതിന് നിയമവശങ്ങൾ നിയമ സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചു ചേർത്ത് നേരിട്ട് സുപ്രീം കോടതി കേസ് വാദിച്ചത്. ആ കേസ് വാദിച്ചിട്ടാണ് ഇപ്പോൾ അതിന് നിയമപരമായ സാധ്യതകൾ വരെ. എന്നിട്ടും ഇപ്പോഴും ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞത് വീണ്ടും സർക്കാർ അത് നിയമപരമായി പരിശോധിക്കും, പൂട്ടാൻ അനുവദിക്കില്ല. എന്താണ് കഴിഞ്ഞ 5 വർഷക്കാലം വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഉത്തരവിറക്കുന്നു, DPA ഒരുക്കുന്നു. ഞങ്ങൾ വിദ്യാഭ്യാസ സെക്രട്ടറിയെ കണ്ടു, ഈ സമയത്ത് സമരം ചെയ്തു. വിദ്യാഭ്യാസ സെക്രട്ടറി ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞത് ഇനി ഇതിനൊരു സ്ഥലത്തും പോകാനില്ല എന്നാണ്. എന്തേ പോകാനുള്ള ഇപ്പൊ സാധ്യത ഉണ്ടായത്? പോയി തോറ്റു, ഈ അപ്പീൽ പരാജയപ്പെട്ടു എന്നുള്ള വേറെ വിഷയം. ശ്രീ ഷഫീർ, ഇവിടെ ശ്രീ പ്രദീപ് കുമാർ ആയാലും ശ്രീ ഹരീഷ്ണനായാലും ഒക്കെ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് ഡയറക്റ്റായി ചോദിക്കുകയാണ്. എന്തുകൊണ്ട് മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാനായി മന്ത്രി അബ്ദുറബ്ബ് ഉത്തരവിട്ടു?
അബ്ദുൾ റബ്ബ് ഉത്തരവിട്ടിട്ടില്ലല്ലോ. മലാപ്പറമ്പ് സ്കൂളിൽ നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇവർ കൊണ്ടുവന്ന കരിക്കുല പ്രകാരം എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാനേജർ പൂട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തപ്പോൾ AEOയും ഡെപ്യൂട്ടി ഡയറക്ടറും അതിനെ നിരസിച്ച ഉടൻ തന്നെ അയാൾ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പൂട്ടാൻ പറഞ്ഞു. കാരണം നിയമം അങ്ങനെയാണല്ലോ വെച്ചേക്കുന്നത്. പൂട്ടാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, ഞങ്ങളുടെ അഡ്വക്കേറ്റ് ജനറൽ AEO മുതൽ വിദ്യാഭ്യാസ പൊതു ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്ത സത്യവാങ്മൂലം ഇത് കൃത്യമായും പരിരക്ഷിക്കപ്പെടേണ്ട സ്കൂളാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഉത്തരവ് കൊണ്ടുവരണവർ ഹൈക്കോടതിയിൽ ഞങ്ങൾ അങ്ങനെ കൊടുത്ത അഫിഡവിറ്റ് ഇപ്പോഴും കാണുമല്ലോ. എവരുടെ AG ആണല്ലോ ഇരിക്കുന്നത്, സുധാകർ പ്രസാദ്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോയിട്ട് AG മുതൽ താഴോട്ട് ഏറ്റവും അവസാനം AEO വരെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ ഈ സ്കൂൾ പൂട്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ ഇത് വന്നപ്പോൾ തടസ്സമായി വന്നത് ഒന്ന് വിദ്യാഭ്യാസ അവകാശ നിയമം, രണ്ട് മാനേജർമാർക്ക് അവർ കൊടുത്തിരിക്കുന്ന സർക്കുലർ പ്രകാരം എണ്ണമില്ലെങ്കിൽ അത് അനാദായകരം എന്ന രീതിയിൽ പൂട്ടാമെന്ന വ്യവസ്ഥ അത് നിന്നു. അങ്ങനെ ഒരു നിയമം ഇല്ലെന്ന് പറയുന്നു. അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു, അതായിരുന്നു തടസ്സമെങ്കിൽ അതിൽ ഭേദഗതി വരുത്താമായിരുന്നില്ലേ? ഹൈക്കോടതിയിൽ കേസ് നിന്നു, ഹൈക്കോടതിയിൽ കേസ് തോറ്റു, പിന്നെ സ്കൂൾ പൊളിച്ചു. ഞങ്ങൾ ഉടൻ തന്നെ ഈ ഇടതുപക്ഷവും കോൺഗ്രസും കൂടി ഒരുമിച്ച് ചേർന്ന് സ്കൂൾ കെട്ടി ഞങ്ങളുടെ അവസാന 5 വർഷക്കാലത്തിൽ ഒരിക്കൽ പോലും ആ സ്കൂള് പൂട്ടുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ്, ഒരൊപ്പ് AEO മുതൽ വിദ്യാഭ്യാസ ഡയറക്ടർ മുതൽ മന്ത്രി വരെയുള്ളവർ ഇട്ടിട്ടില്ല. സുപ്രീം കോടതിയല്ലേ ചോദിച്ചത്? ഇത്രയും സമയം ഉണ്ടായിരുന്നു, ഇതുവരെ എന്തുകൊണ്ടൊന്നും ചെയ്തില്ല എന്ന് സുപ്രീം കോടതിയാണ് ചോദിച്ചത്. ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് അറിയോ? ഇവർക്ക് ഓർഡിനൻസ് ഇറക്കാമല്ലോ, ഇവർക്കത് ചെയ്യാം. ഞങ്ങൾക്കില്ല. ഒരു കാര്യം കൂടി ഇത് കൂടെ പറഞ്ഞു ടീച്ചർ ഉണ്ടാവല്ലോ പറയാൻ. കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിൽ എവിടെയാ പൂട്ടണം എന്നുള്ളത്? കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിൽ കൃത്യമായി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ വായിച്ചിട്ട് ഞാൻ പറയട്ടെ, കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിൽ ഒരു സ്കൂളും പൂട്ടാൻ പാടില്ല എന്നാണ്. അധ്യാപകരുടെ വിന്യാസവും കുട്ടികളുടെ നിങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. ഈ നിയമം ഞാൻ നന്നായിട്ട് പഠിച്ചോണ്ട് എനിക്കറിയാം. അല്ല നിങ്ങൾ പഠിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിൽ ഒരു വിദ്യാലയവും പൂട്ടാൻ പാടില്ല. അങ്ങനെയല്ല, അങ്ങനെയാണ് അധ്യാപക അനധ്യാപക നിയമത്തെ സംബന്ധിച്ചുള്ള ഇക്വേഷനിൽ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഒരു കുട്ടി ഉണ്ടെങ്കിൽ പോലും കുട്ടിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് വിദ്യാഭ്യാസ നിയമം നിഷ്കർഷിക്കുന്നത്. കിലോമീറ്റർ ചുറ്റളവ്, 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ, 5 കിലോമീറ്റർ, ഈ കിലോമീറ്റർ ചുറ്റളവിൽ ഇത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. ഒരു കുട്ടി ഉണ്ടെങ്കിൽ പോലും പൂട്ടാൻ പാടില്ല. കിലാനൂർ സ്കൂളിൽ 32 കുട്ടികൾ പിന്നോക്കം പൂട്ടി. എന്തുകൊണ്ടാ? ആരുടെ ഭരണത്തിന്റെ കുഴപ്പം കൊണ്ടാ? ഇത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി പോയിട്ട് വിധിയുണ്ടായത്. പിന്നോക്ക പ്രദേശത്തിൽ ദളിത് പഠിക്കുന്ന വിദ്യാലയമല്ലേ ഇത്? മലാപ്പറമ്പിൽ പൂട്ടണമെന്ന് തീരുമാനിച്ചത് കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിന്റെ ഉത്തരവ് പ്രകാരം. നമ്മൾ പറയുമ്പോൾ കേവലമായി ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വിജയിക്കാൻ വേണ്ടി പറയില്ല. സത്യസന്ധമായിട്ട് ഇതിലൊരു രാഷ്ട്രീയം പറയണ്ട. കേരളത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും പൂട്ടണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഇല്ല? നോക്കാം, ഇല്ല, ഉണ്ട്. ഇപ്പൊ ഞാനതാ പറഞ്ഞത്, വിദ്യാഭ്യാസ മന്ത്രി സ്കൂളുകൾ ഒരെണ്ണം പോലും പൂട്ടരുത് എന്നുള്ള ഞങ്ങളുടെ ശക്തമായ നിലപാട് കൊണ്ടാണ്. കേന്ദ്ര നിയമവും ഇവരുടെ കാലത്തെ കരിക്കുലർ പ്രകാരമാണെങ്കിൽ 3175 പൂട്ടിപ്പോയനെ. പൂട്ടാ നിലനിർത്തിയ ഞങ്ങളുടെ ആർജവം കൊണ്ടാ. ഇവരുടെ സമരം ഉണ്ടായിരുന്നിരിക്കും, ഞങ്ങളുടെ ആർജവവും ഇവരുടെ സമരം ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ ഞങ്ങൾ പൂട്ടിയിട്ടില്ല. പക്ഷെ താഴെ വീഴാൻ പോവുകയാണ്. സർക്കാരല്ല, സുപ്രീം കോടതിയിലെ തീരുമാനിച്ചേ. അത് സുപ്രീം കോടതി അല്ല, അവിടെ പോലും നിയമപരമായി പോലും സുപ്രീം കോടതി തന്നെയല്ലേ പറയുന്നത്? ഇത്രയും നാളായി എന്തുകൊണ്ട്? ഒന്നുകിൽ സുപ്രീം കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ കൊടുക്കണം, അതല്ലെങ്കിൽ സർക്കാർ അത് ഇനി ചെയ്യാൻ കഴിയുന്നതാ. പക്ഷെ അത് നിയമത്തിന് അങ്ങേ അറ്റമെത്തി നിൽക്കുക. സുപ്രീം കോടതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നതിന് മുൻപ് ഒരു വിഷയം പെൻഡിംഗ് ആയി നിൽക്കുക. ആ ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആയ വിഷയം നിൽക്കുമ്പോൾ നിയമനിർമ്മാണം നടക്കോ? ഇല്ലല്ലോ. ഹൈക്കോടതിയിൽ ഒരു കേസ് ഒരു സ്കൂളിനെ സംബന്ധിച്ച് പെൻഡിംഗ് ആയിരിക്കുമ്പോൾ ആ സ്കൂളിനെ സംബന്ധിച്ച് പിന്നെ നിയമം നടക്കില്ല. ഒരു ഉത്തരവ് വരണം. ഉത്തരവ് വന്ന ഉടനെ ഇലക്ഷനായി, അടുത്ത അപ്പീലിനുള്ള സമയം ആയി ഇടതുപക്ഷം കൊടുത്തു എന്ന് കൃത്യമാണ്. 2015 ഒക്ടോബറിലാണ് ഉത്തരവ് വരുന്നത്. അതിനുശേഷം എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഇലക്ഷൻ വന്നത്? ഞാൻ പറയാ, ഹൈക്കോടതി വിധി വിട്ടിട്ട് സുപ്രീം AEOനടുത്ത് പറയാണ് ഈ വിധി നടപ്പിലാക്കണം. AEOയുടെ നേതൃത്വത്തിൽ
പൂട്ടാനായി ഞാൻ പറഞ്ഞേ പൂട്ടാൻ വേണ്ടി പോവാണ്. ജനം തടഞ്ഞ സമയത്ത് അങ്ങനെയല്ല സൗര. ഞാൻ പറയട്ടെ, ഇല്ല, നമ്മള് കണ്ടതാണല്ലോ, ഇതൊക്കെ തത്സമയം നമ്മൾ കണ്ടോണ്ടിരുന്നതാണല്ലോ. പോലും സാന്നിധ്യമില്ലാതെ മാനേജർ ഫുൾഡോസർ കൊണ്ടുവന്ന് കയറ്റി അത് മൊത്തം ഇടിച്ചു നിരത്തി. എന്നിട്ട് ജനങ്ങള് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും സ്കൂള് കെട്ടി ഒരു എയും കൊണ്ടുപോയി അവിടെ അതിനുശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഹൈക്കോടതി വിധി വന്നതിന് ശേഷമുള്ള കാര്യമാണ്. ഹൈക്കോടതി വിധി വന്നിട്ട് എയ്യോന്റെ അടുത്ത് താക്കോല് കൊടുത്ത് പറഞ്ഞല്ലോ, ജനങ്ങൾ പൂർണ്ണമായും തടയുന്ന സമയത്ത് ഈ ഗവൺമെന്റ് പറയണ്ടേ? എന്താ ചെയ്തത്? എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല, പൂട്ടിക്കോന്ന് പറഞ്ഞു. അവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കേരളത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരും വന്ന് ആ വിഷയം പൊതുധാരയിൽ ചർച്ചയ്ക്ക് വെച്ചില്ലേ? ഞാൻ പറയാം, ഈ സ്കൂള് പൂട്ടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ആ വിധി നടപ്പിലാക്കാതെ പിടിച്ചു നിർത്തിയതാരാ? അതിനെക്കുറിച്ച് ചിന്തിക്കണമല്ലോ. ബഹുമാനപ്പെട്ട പരമോന്നതമായ കേരളത്തിന്റെ കോടതി ഈ സ്കൂൾ പൂട്ടി മാനേജർക്ക് അനുകൂലമായിട്ടൊരു നിലപാടെടുത്തപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ ആരെങ്കിലും ആ ഉത്തരവ് നടപ്പിലാക്കിയില്ലല്ലോ. ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നവരെയും അത് പെൻഡിംഗിൽ വെച്ചു. ഞങ്ങൾ പൂട്ടാൻ ചെന്നു, ജനങ്ങളാണ് തടഞ്ഞത്. അങ്ങനെയല്ല, എത്ര തവണ പൂട്ടാൻ ചെന്നു? നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരുന്നതല്ലേ. പൂട്ടാൻ ഉത്തരവ് കിട്ടിയ ഉടൻ തന്നെ JCB ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തി. ഈ പ്രദീപ് കുമാർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ പോയി അവിടെ ഫണ്ട് പിരിച്ച് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ച് നിന്ന് സ്കൂൾ സംരക്ഷണ സമിതിയുടെ പേരിൽ സ്കൂൾ കെട്ടിപ്പൊക്കി. എന്നിട്ട് മാനേജറെ മാറ്റി, എന്നിട്ട് സ്കൂൾ നിലനിർത്തി. സ്കൂള് അടച്ചു യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെയ്തത് ഹൈക്കോടതിയുടെ ഉത്തരവ് ഞങ്ങൾ പാലിച്ചില്ല. അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഹൈക്കോടതി പൂട്ടാൻ പറഞ്ഞിട്ടും പൂട്ടാതെ വെച്ചുകൊണ്ട് നിന്നു എന്നുള്ള യഥാർത്ഥത്തിൽ കോടതി അലക്ഷ്യ കുറ്റമാണ് ഞങ്ങൾ ചെയ്തത്. യഥാർത്ഥത്തിൽ പൂട്ടിയിട്ടില്ല, പൂട്ടാൻ ഉത്തരവിറക്കിയിട്ടില്ല. സ്വാഭാവികമായും ഞാൻ പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഏതൊരാളും വസ്തുതയെ സമ്മതിക്കാറുണ്ട്. ഞാനായാലും വസ്തുത സമ്മതിക്കും. അതാ ഞാൻ പറഞ്ഞത്. നേരത്തെ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് പൂട്ടിയത് ഇതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ മണ്ടേ വെക്കണം. അത് നടക്കില്ല. നിങ്ങളുടെ മണ്ടയല്ല, അത് നടക്കില്ല. വിദ്യാഭ്യാസ മന്ത്രി പൂട്ടാൻ ഉത്തരവ് കൊടുത്തു. ഇതുവരെ ഈ സമയം വരെയും ഷഫീഖ് പറഞ്ഞില്ലല്ലോ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവ് കൊടുത്തു. ഉത്തരവ് കൊടുത്തത് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇടപെട്ടതിന് ശേഷം നമ്മുടെ ജനകീയ സംരംഭം വന്നപ്പോഴാണ് ആ ഉത്തരവ് പിൻവലിച്ചത്. പിന്നീട് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി കണ്ടു. അവിടുത്തെ നമ്മുടെ സ്കൂള് പൂട്ടാം എന്നുള്ള തരത്തിൽ മാനേജ്മെന്റ് നീങ്ങിയത് നിങ്ങൾ എന്താ മനസ്സിലാക്കി? അതിന്റെ ഒരു KR കൊണ്ടുവന്നാരാ? നിങ്ങളല്ലേ? വീണ്ടും അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഇവിടെ ചർച്ച വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഞാൻ അവസാനം ഒരു കാര്യം ചോദിക്കാം. സുപ്രീം കോടതിക്ക് മുന്നിൽ ഈ വിഷയങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം, അവിടെ നമുക്കറിയാം കോടതിക്ക് മുന്നിലായാലും വിദ്യാഭ്യാസം എന്നതിന് തന്നെയാണ് പ്രയോറിറ്റി ഉണ്ടാവുക. പക്ഷെ അതിനും അപ്പുറത്തേക്ക് പൊതുവിൽ കേന്ദ്ര തലത്തിൽ തന്നെ നമ്മളുടെ ഈ നയങ്ങളൊക്കെ മാറ്റി എഴുതപ്പെടേണ്ട ഒരു മുന്നറിയിപ്പ് അതിലില്ലേ? പ്രത്യേകിച്ച് തീർച്ചയായിട്ടും സുപ്രീം കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിരീക്ഷണം തന്നെ അതാണ് സൂചിപ്പിക്കുന്നത്. ഈ അസത്യങ്ങളും അസംബന്ധങ്ങളും പറഞ്ഞ് പ്രേക്ഷകരെയും ജനങ്ങളെയും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു രീതിയോട് തീർച്ചയായിട്ടും എനിക്ക് ഷഫീറാണ്. ഷഫീർ അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല. ഷഫീറിന് തന്നെ തോന്നുന്നു. ഞാനും അത് കോൺഗ്രസ് വക്താവാണ് പറഞ്ഞതെന്ന് ഇതിനകത്ത് പറഞ്ഞതിൽ ഒരു പോയിന്റ് പോലും കള്ളത്തരമില്ല. മുഴുവൻ സത്യവും ഞാൻ അവസാനിപ്പിക്കണം. ശരിയായ പറഞ്ഞിട്ട് പോലും വസ്തുത അംഗീകരിക്കാത്ത. ഞാൻ പറയുന്നത് ഈ സുപ്രീം കോടതി വിധിയുടെ കാര്യത്തിൽ നിയമപരമായിട്ടുള്ള വശങ്ങൾ പരിശോധിച്ചുകൊണ്ട് സർക്കാർ ഈ സ്കൂളിനെ നിലനിർത്താനുള്ള ഇടപെടൽ നടത്തണം എന്നതാണ് വ്യക്തിപരമായ എൻ്റെ അഭ്യർത്ഥന. മറ്റൊന്ന്, KER-ലെ ഈ പ്രൊവിഷൻ, മാനേജർമാർക്ക് അനുകൂലമായി നിൽക്കുന്ന ഈ പ്രൊവിഷൻ അടിയന്തരമായി മാറ്റുവാനുള്ള നിയമ പരിഷ്കരണത്തിനും സർക്കാർ തയ്യാറാവണം എന്നാണ്. മലാപ്പറമ്പ് സ്കൂളിന്റെ മാത്രം വിഷയമല്ല, നമ്മളുടെ കേരളത്തിലെ ഉടനീളമുള്ള സ്കൂളുകളുടെ, ഒരു പക്ഷേ ഇന്ത്യയിൽ ഉടനീളമുള്ള സ്കൂളുകളുടെ വിഷയങ്ങളിലൊക്കെ തന്നെയും ഈ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാകും. അത്തരത്തിൽ തന്നെയാകും തുടർന്ന് സർക്കാരിന്റെ നിലപാടുകളും എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇന്നത്തെ ഒരു ഉറപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച അതിഥികൾക്കെല്ലാം തന്നെ വളരെ നന്ദി.